ടീച്ചർ നടത്തുന്ന IAS മലയാളം എന്ന സ്ഥാപനം ഞാനുൾപ്പെടെ ഈ വർഷം UPSC സിവിൽ സർവീസസ് റാങ്ക് ലിസ്റ്റിൽ വന്ന പലരുടെയും പേരും ഫോട്ടോയും അൺഎത്തിക്കലായ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതായി ഞങ്ങൾ അറിഞ്ഞു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മാത്രമാണ് ഞാൻ IAS മലയാളമായിട്ട് കോൺടാക്റ്റ് ചെയ്തത്. അത് ഓൺലൈനായിട്ട് അല്പനേരം മാത്രമുള്ളൊരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഓൺലൈനായിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അതിൻ്റെ പേരിൽ IAS മലയാളത്തിൻ്റെ പുതിയ ബാച്ച്, മലയാളത്തിൻ്റെ ടെസ്റ്റ് സീരീസ് എന്നിവയുടെ പരസ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഫോട്ടോ ഉപയോഗിക്കുന്നത് ശരിയല്ല. മലയാളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പഠനവും ഞാൻ നടത്തിയത് സരിത ടീച്ചറിൻ്റെയും മാഷവൽ സാറിൻ്റെയും അടുത്തു നിന്നാണ്. മെയിൻസിൻ്റെ സമയത്ത് ഒരു തരത്തിലും ഞാൻ IAS മലയാളത്തിൽ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു മാർക്കറ്റിങ്ങിലും എൻ്റെ പേരും ഫോട്ടോയും ഉപയോഗിക്കുന്നത്, അത് ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം എന്ന കീഴിൽ വെച്ചിട്ട് പോലും എൻ്റെ പേരും ഫോട്ടോ ഉപയോഗിക്കുന്നത് ന്യായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ആസ്പിറൻസ് കമ്മ്യൂണിറ്റിയോട് ചെയ്യുന്ന ഒരു അൺഫെയർ പ്രാക്ടീസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ ഇങ്ങനെ തുടർന്ന് പോകുന്നത് ശരിയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ചേർന്ന് തുടർ നടപടികളിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത്.